ഗുരുകുലത്തിന്റെ ക്ലാസുകൾ ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തൂ. എല്ലാവർക്കും ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഞാൻ സന്ദീപ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2016 ബീറ്റ് ഫോറസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട മാത്സ്, കണക്ക്, എക്സ്പ്ലനേഷൻസ് അടുത്ത വരെ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയാണല്ലോ ആ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ കിട്ടാത്ത ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കുട്ടികൾ ഒത്തിരി ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാത്തതെന്ന്. ഈ ഒരു ചോദ്യത്തിന് ഗുരുകുലം പലവട്ടം ഉത്തരം തന്നതാണ്. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളില്ല. നമുക്കുള്ളത് വാട്സപ്പ് ബ്രോഡ്കാസ്റ്റാണ്. ഇപ്പം ഇതുവരെ ആഡ് ചെയ്ത കുട്ടികളൊക്കെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്കാണ്. ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികൾക്കും പേഴ്സണലായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പില്ല എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ ഉപയോഗിച്ച് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ പലതരത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ഈ പലതരക്കാരെ നമ്മൾ ഒരുപാട് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റ് ചിലപ്പോൾ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് വേറെ ആരും മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗ്രൂപ്പുകളില്ലാത്തത്. അപ്പം ഈ കാര്യം മനസ്സിൽ ഓർക്കാൻ ശ്രമിക്കുക. ഗുരുകുലത്തിൻ്റെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റാണുള്ളത്. നിങ്ങളുടെ നമ്പറുകൾ നിങ്ങൾ ബ്രോഡ്കാസ്റ്റിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ബ്രോഡ്കാസ്റ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് 100% സെക്യൂർഡാണ്. ആർക്കും നമ്പർ കാണാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ആഴ്ച ഫയർമാൻ്റെ കട്ട് ഓഫ് വന്നിരുന്നു. കട്ട് ഓഫ് ലിസ്റ്റ് വന്നിരുന്നു. 54 പറഞ്ഞ കട്ട് ഓഫ്. ഗുരുകുലം ആൻസർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഗുരുകുലം പോസ്റ്റ് ചെയ്ത കട്ട് ഓഫ് എന്ന് പറയുന്നത് 45 മുതൽ 49 വരെയായിരുന്നു. ഒഫീഷ്യൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54. ലിസ്റ്റ് വന്നതിന് ശേഷം കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്തെന്ന് കണ്ടു. നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ഓഫ് മാറിപ്പോകുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര തെറ്റായിട്ടുള്ളൊരു കട്ട് ഓഫ് പറയുന്നത്. അപ്പം ഗുരുകുലം കട്ട് ഓഫ് പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഓർക്കുക, ഇപ്പം ഈ കഴിഞ്ഞ തവണത്തെ കൂട്ട് ഗവൺമെൻറ് PSC കൂടുതൽ കുട്ടികളെ എടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ പ്രാവശ്യം 2000-ഓളം പേരെ കണ്ട് ലിസ്റ്റിലുള്ളൂ എന്ന് തോന്നുന്നു. അതിലേക്കാരും കൂടുതൽ കഴിഞ്ഞ തവണ എടുത്ത പോലെ കൂടുതൽ കുട്ടികൾ ആഡ് ചെയ്യുമായിരുന്നു. ഉറപ്പായിട്ടും കട്ട് ഓഫ് 54 എന്നുള്ളതിൽ നിന്ന് 40-45 വന്നേനെ. ഗുരുകുലം കട്ട് ഓഫ് പറയുന്നത് എക്സ്പെക്റ്റഡ് മാത്രമാണ് പറയുന്നത്, ഒരു പ്രതീക്ഷിത കട്ട് ഓഫ്. ചിലപ്പോൾ കൂടിപ്പോകും, ചിലപ്പോൾ കുറഞ്ഞു പോകാം. നോക്കൂ, നല്ല ഒഴിവുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കട്ട് ഓഫ് താഴത്തേക്ക് വരും. ഇനി ആ ഒഴിവുകൾ ഒട്ടുമില്ല, ഫയർമാൻ ഒട്ടും ഒഴിവുകളില്ലെങ്കിൽ ആ കട്ട് ഓഫ് അതിലും കൂടും, 60-70 പോകും. അപ്പം കട്ട് ഓഫ് എന്ന് പറയുന്ന പരീക്ഷയുടെ നിലവാരം, ഒഴിവുകളുടെ എണ്ണം, ഇവയൊക്കെ അടിസ്ഥാനമാണ് കട്ട് ഓഫ് ഇരിക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആര് പറയുന്നതായിക്കോട്ടെ, ഏത് പ്രസിദ്ധീകരണങ്ങളോ ആര് പറയുന്ന കാര്യം കട്ട് ഓഫ് ആണെങ്കിലും അതെല്ലാം എക്സ്പെക്റ്റഡ് മാത്രമാണ്. ഇനി കട്ട് ഓഫ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വരുന്ന ദിവസങ്ങളിൽ വരുന്ന എക്സാമുകളുടെ കട്ട് ഓഫ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഗുരുകുലം പറയുന്നതല്ലായിരിക്കും. സോ ഇത് രണ്ടും ഓർക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. സേവ് ചെയ്യാത്ത ഞങ്ങളുടെ സേവനങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും. ഇനി നമുക്ക് നേരെ ക്ലാസ്സുകളിലേക്ക് പോകാം. നമുക്ക് ബീറ്റ് ഫോറസ്റ്റിൻ്റെ സിലബസ് നോക്കാം. സിലബസിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുള്ളത്. അതിൽ ഏകദേശം 100 ചോദ്യങ്ങളുണ്ടാവും, 100 മാർക്കിൻ്റെ. ആകെ 1.25 മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിൽ 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പാർട്ട് 1 പറയുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, സാധാരണയുള്ള ജനറൽ നോളജുകളെക്കുറിച്ചും ആനുകാലിക വാർത്തകളെക്കുറിച്ചാണ് പാർട്ട് എയിലുള്ളത്. പാർട്ട് ബിയിലുള്ളത് ജനറൽ അവയർനെസ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് കൂടുതലും ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. വൈൽഡ് ലൈഫ് ആക്റ്റുകൾ, അതുപോലെ തന്നെ നാഷണൽ പാർക്കുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് രണ്ടാമത്തെ പാർട്ടി പറയുന്നത്. പാർട്ട് 2 പറയുന്നതാണ് സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി. പാർട്ട് 3 പറയുന്നതാണ് ഇംഗ്ലീഷ്. ഇപ്പോൾ പാർട്ട് 2 കണക്കുകൾ ഉണ്ടാവും, പാർട്ട് 3 ഇംഗ്ലീഷ്, പാർട്ട് 1 കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, ജനറൽ അവയർനെസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ ഫോറസ്റ്റും പാർട്ട് 1 പെടുന്ന കാര്യമാണെന്ന് ഓർക്കുക. 1. ദ ഫസ്റ്റ് റോയൽ ഓർഡർ ഇഷ്യൂഡ് ബൈ റാണി ഗൗരി ലക്ഷ്മി ബായ് ടു അബോളിഷ് സ്ലേവ് ട്രേഡ് ഇൻ ട്രാവൻകൂർ ഓൺ. അതായത് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചത് റാണി ഗൗരി ലക്ഷ്മി ഭായ് എന്ന് എല്ലാവർക്കും അറിയാം. റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചത്. ഇത് എന്നാണ് ഇത് നിരോധിച്ചുകൊണ്ടുള്ള വിളംബരം ഇറക്കിയത്?
ഉത്തരം ഓപ്ഷൻ എ 5th December 1812. 2. In the census 2011, the female literacy rate in Kerala. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ വനിതകളുടെ സാക്ഷരതാ നിരക്ക്. ആൻസർ ഓപ്ഷൻ ഡി 92.07. 92.07 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ സാക്ഷരത. അതുലാസ് മൂഷകകാവ്യ ഇസ് എ സെമി ലെജൻഡറി അക്കൗണ്ട്സ് ഓഫ് ദ റൂളേഴ്സ് ഓഫ്. അതുലൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയായ മൂഷകകാവ്യത്തിൽ പറയുന്നത് ഏത് രാജവംശത്തെക്കുറിച്ചാണ്? ഉത്തരം ഓപ്ഷൻ സി ഏഴിമല. ഏഴിമല രാജവംശത്തെക്കുറിച്ചാണ് അതുലൻ അദ്ദേഹത്തിൻ്റെ മൂഷകകാവ്യത്തിൽ വിവരിക്കുന്നത്. തരിസപ്പള്ളി കോപ്പർ പ്ലേറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ഡേറ്റഡ് ഇൻസ്ക്രിപ്ഷൻ ഇൻ കേരള എപ്പിഗ്രാഫി. ഇറ്റ് വാസ് ഇഷ്യൂഡ് ബൈ അയ്യാപ്പടികൾ തിരുവടികൾ ഇൻ. കേരളത്തിൽ തന്നെ ആദ്യത്തെ ശാസനങ്ങളിലൊന്നായിട്ടാണ് തരിസപ്പള്ളി ശാസനം കണക്കാക്കുന്നത്. ഇത് പുറത്തിറക്കിയത് അയ്യാനടികൾ തിരുവടികളാണ്. എന്നാണ് ഇത് പുറത്തിറക്കിയത്? ഉത്തരം ഓപ്ഷൻ ബി 849 AD. AD 849 തരിസപ്പള്ളി ശാസനം നിലവിൽ വരുന്നത്. ദ ഡാനിഷ് ഫോർട്ട് ഡാൻസ്ബോർഗ് കൺസ്ട്രക്റ്റഡ് ഇൻ 1620 അറ്റ്. 1620 ഡാൻസ്ബോർഗ് എവിടെയാണ് സ്ഥാപിച്ചത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരമില്ല. ഉത്തരം തരങ്കമ്പാടി. ഉത്തരം തരങ്കമ്പാടിയിലാണ് 1620 ഡാൻസ്ബോർഗ് സ്ഥാപിച്ചത്. 6. വിച്ച് ഓർഗനൈസേഷൻ റേസ്ഡ് സ്ലോഗൻ ലാൻഡ് ടു ദ ടില്ലേഴ്സ്? ലാൻഡ് ടു ദ ടില്ലേഴ്സ് എന്ന മുദ്രാവാക്യം ഏത് പാർട്ടിയുടേതായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു ലാൻഡ് ടു ദ ടില്ലേഴ്സ്. ദ നോർത്തേൺ മോസ്റ്റ് റിവർ ഇൻ കേരള ഈസ്. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തായി കാണുന്ന നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട്. നോർത്തേൺ മോസ്റ്റ് റിവർ ഇൻ കേരള ഈസ് മഞ്ചേശ്വരം റിവർ. എ ഹേർട്ട് ഷേപ്ഡ് ലേക്ക് ഈസ് വൺ ഓഫ് ദ മേജർ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസസ് ഇൻ കേരള. ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ. ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ലവിൻ്റെ ആകൃതിയിലുള്ള ഒരു തടാകം കേരളത്തിലുണ്ട്. അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ്. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഹേർട്ട് ഷേപ്ഡ് ലേക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഓപ്ഷൻ സി മേപ്പടി. മേപ്പടിയിലാണ് ഹേർട്ട് ഷേപ്ഡ് ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ദ ഹെൽപ്പ് ഡെസ്ക് ആൻഡ് ഷോർട്ട് സ്റ്റേ ഹോംസ് പ്രൊജക്റ്റ് ഓഫ് കുടുംബശ്രീ മിഷൻ ലോഞ്ച്ഡ് ഇൻ 2013 ടൈറ്റിൽഡ് ആസ്. 2013 കുടുംബശ്രീ ഹോം സ്റ്റേ പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ സ്നേഹിത എന്നാണ് ഈ പദ്ധതിയുടെ പേര്. 10. ഹു ഇനോഗ്രേറ്റഡ് ഫസ്റ്റ് മെഗാ ഫുഡ് പാർക്ക് ഇൻ ജാർഖണ്ഡ് ഓൺ 15th February 2016? 2016 ഫെബ്രുവരി 15 ഇന്ത്യയിൽ ജാർഖണ്ഡിൽ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഹർഷിമൃത് കൗർ ബാദൽ. ഹർസിമൃത് കൗർ ബാദലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് ജാർഖണ്ഡിൽ 2016 ഫെബ്രുവരി 15 ഉദ്ഘാടനം ചെയ്തത്. ഹൂ ഈസ് ദ ചാൻസലർ ഓഫ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് ഓഫ് കേരള ഓർ NUALS? കേരളത്തിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് ഓഫിൻ്റെ ചാൻസലർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. ഇത് മാറിപ്പോകരുത്. കാരണം കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ചാൻസലർ ഗവർണറാണ്. എന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടാണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് കേരളത്തിലെ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചാൻസലർ. ലോർഡ് മായോ ദ ബ്രിട്ടീഷ് വൈസ്രോയ് ഓഫ് ഇന്ത്യ വാസ് അസാസിനേറ്റഡ് ബൈ ഷേർ അലി ഇൻ 1872 അറ്റ്. ഇന്ത്യയിൽ കൊല്ലപ്പെട്ട ചുരുക്കം ചില വൈസ്രോയമാരിൽ ഒരാളാണ് ലോർഡ് മായോ. അദ്ദേഹം കൊല്ലപ്പെട്ടത് 1872. അദ്ദേഹത്തിനെ കൊല ചെയ്തത് ഷേർ അലിയാണ്. ഇത് എവിടെ വെച്ചാണ് ഇത് നടന്നത്? ഉത്തരം ഓപ്ഷൻ സി പോർട്ട് ബ്ലെയർ. ലോർഡ് മായോ വാസ് അസാസിനേറ്റഡ് അറ്റ് പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയർ വെച്ചാണ് ലോർഡ് മായോ കൊല്ലപ്പെടുന്നത്. ഹു criticized the Catherine Mayo's work Mother India as report of a drain inspector sent out with the one purpose of opening and examining the drains of the country to be reported upon? ഉത്തരം ഓപ്ഷൻ ബി ഗാന്ധിജി.
ഗാന്ധിജിയാണ് കാതറിൻ മായോയുടെ വർക്കിനെ റിപ്പോർട്ട് ഓഫ് എ ഡ്രെയിൻ ഇൻസ്പെക്ടർ സെൻഡ് ഔട്ട് വിത്ത് ദ പർപ്പസ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് എക്സാമിനിങ് ദ ഡ്രെയിൻസ് ഓഫ് ദ കൺട്രി ടു ബി റിപ്പോർട്ടഡ് അപ്പോൺ. ക്വസ്റ്റ്യൻ, ദ ഫോളോവിങ് ആർ ദ പ്രസിഡൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എക്സെപ്റ്റ്. താഴെ തന്നിരിക്കുന്നവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആകാത്ത ആളെ ആരാണ് ചോദിച്ചിരിക്കുന്നത്? തന്നിരിക്കുന്നവർ ലല്ലി സെൻഗുപ്ത, സരോജിനി നായിഡു, ആനി ബസന്റ് ഇവരൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ആയവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ഡിയിലേക്കാണ് പോകേണ്ടത്, നൺ ഓഫ് ദീസ് എന്നുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യത്തെ വനിതയാണ് ആനി ബസന്റ്. പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരവില്ല, ഓപ്ഷൻ ഡി ആയിട്ട് വേണം ഉത്തരം എഴുതാൻ. ചോദ്യം, ദ നാഷണൽ ഫ്രൂട്ട് ഓഫ് പാകിസ്ഥാൻ ഈസ്. പാകിസ്ഥാൻ്റെ ദേശീയ ഫലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മാംഗോ. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ദേശീയ ഫലം എന്ന് പറയുന്നത് മാംഗോ അല്ലെങ്കിൽ മാങ്ങയാണ്. ബംഗ്ലാദേശിൻ്റെ ചക്കയാണ്. അത് പറയാൻ കാരണം നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞിടയ്ക്ക് ഒഫീഷ്യൽ ഫ്രൂട്ടായിട്ട് ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ചക്കയെ തിരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ചക്കയാണെന്ന് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ, ജീൻ ഡ്രസ്സെ ദ ബെൽജിയൻ എക്കണോമിസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോഗ്രാം ഓഫ് ഡാഷ്. ജീൻ ഡ്രസ്സെ എന്ന ബെൽജിയം എക്കണോമിസ്റ്റ്, ബെൽജിയം സാമ്പത്തിക ശാസ്ത്രജ്ഞൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ആളാണ് ജീൻ ഡ്രസ്സോ. ജീൻ ഡ്രസ്സെ ബന്ധപ്പെട്ടത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമുമായിട്ടാണ്. ഇദ്ദേഹം ഒരു ബെൽജിയൻ എക്കണോമിസ്റ്റ് ആണെന്നും ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ, ദ ക്യൂൺസ് സ്റ്റെപ്പ് വെൽ, എ മോണ്യുമെൻറ്റ് ഇൻ മെഡീവിയൽ ഇന്ത്യ കൺസ്ട്രക്റ്റഡ് ബൈ ഉദയമതി ഫോർ ദ മെമ്മറി ഓഫ് ഹെർ ഹസ്ബൻഡ് ബിംദേവ്, ഇറ്റ് ഡിസ്കവർഡ് ബൈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇൻ 1918. ഉത്തരം ഓപ്ഷൻ ബി 1918. 1980 ക്യൂൺ സ്റ്റെപ്പ് വെൽ എന്ന മോണ്യുമെൻ്റ് ഇന്ത്യയിൽ ഡിസ്കവർ ചെയ്തത്. ക്യൂൺ സ്റ്റെപ്പ് വെല്ല് കണ്ടുപിടിച്ചത് 1980. ഇത് ഉണ്ടാക്കിയത് ഉദയമതിയാണ്, അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. ക്യൂൺസ് സ്റ്റെപ്പ് വെൽ വാസ് ഡിസ്കവേർഡ് ഇൻ 1980. ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഫോംഡ് ഓൺ 1 May 1960. താഴെ തന്നിരിക്കുന്നവരിൽ 1960 മെയ് 1 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര രൂപം കൊണ്ടത് 1960 മെയ് 1. ബർനാമ ഇസ് ദ നാഷണൽ ന്യൂസ് ഏജൻസി ഓഫ് ഡാഷ്. ബർനാമ എന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി മലേഷ്യ. ബർനാമ ഇസ് ദ നാഷണൽ ന്യൂസ് ഏജൻസി ഓഫ് മലേഷ്യ. മലേഷ്യയിലെ ഒഫീഷ്യൽ നാഷണൽ ന്യൂസ് ഏജൻസിയാണ് ബർനാമ. ഹ്യൂഗോ ഡിവ്രീസ് പബ്ലിഷ്ഡ് ദ മ്യൂട്ടേഷൻ തിയറി ഇൻ ഓപ്ഷൻ സി 1901. ഹ്യൂഗോ ഡിവ്രീസ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള മ്യൂട്ടേഷൻ സിദ്ധാന്തം പബ്ലിഷ് ചെയ്തത് 1901. 1901 ഹ്യൂഗോ ഡിവ്രീസ് മ്യൂട്ടേഷൻ തിയറി പബ്ലിഷ് ചെയ്തത്. 1901 തന്നെയാണ് നോബൽ പ്രൈസ് കൊടുക്കുവാൻ സ്റ്റാർട്ട് ചെയ്തത്. ക്വസ്റ്റ്യൻ, ലൈഫ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ഒറിജിൻ ആൻഡ് നേച്ചർ ഇസ് എ സയൻറ്റിഫിക് ബുക്ക് റിട്ടേൺ ബൈ. ലൈഫ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ഒറിജിൻ ആൻഡ് നേച്ചർ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഫ്രാൻസിസ് ക്രിക്കാണ്. ക്രിക്കാണ് ലൈഫ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ഒറിജിൻ ആൻഡ് നേച്ചർ എഴുതിയത്. ക്രിക്കിനെ എല്ലാവർക്കും അറിയാം, DNA ഒരു സ്ട്രക്ചർ കണ്ടുപിടിക്കുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ക്രിക്ക്. ക്വസ്റ്റ്യൻ, കൊളംബിയാഡെ കൊളുംബിഫോമസ് ഇസ് എ സയൻറ്റിഫിക് നെയിം ഓഫ്. കൊളംബിയാഡെ കൊളുംബിഫോംസ് എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം ഓപ്ഷൻ ബി പീജിയൻ. പീജിയൻസ് സയൻറ്റിഫിക് നെയിം ഈസ് കൊളംബിയാഡെ കൊളുംബിഫോമസ്. ക്വസ്റ്റ്യൻ, ഹു വാസ് കോൾഡ് ദ ഫാദർ ഓഫ് ടാക്സോണമി. ടാക്സോണമിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കാൾ ലിനസ്. കാൾ ലിനസ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ടാക്സോണമി. ക്വസ്റ്റ്യൻ, അല്ലാപ്പിച്ച മൊള്ളാക്ക ഇസ് എ ക്യാരക്ടർ ഓഫ് ദ മലയാളം നോവൽ ഓഫ്. അല്ലാപ്പിച്ച മൊല്ലാക്ക എന്നത് ഏത് പ്രശസ്തമായ മലയാളം നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ഓപ്ഷൻ എ ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന മലയാളം നോവലിലെ പ്രശസ്തനായുള്ള കഥാപാത്രമാണ് അല്ലാപ്പിച്ച മൊല്ലാക്ക. ഹാഗുപിറ്റ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ട്രോപ്പിക്കൽ സൈക്ലോൺ അഫക്റ്റഡ് ദ കൺട്രി ഇൻ 2014. 2014 ഹാഗുപിറ്റ് എന്ന ഒരു വളരെ ഭയാനകമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് ഒരു രാജ്യത്തെ ആക്രമിക്കുകയുണ്ടായി. ഏതാണ് രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി ഫിലിപ്പീൻസ്. ഹാഗുപൂട്ട ദ മോസ്റ്റ് ഡേഞ്ചറസ് ട്രോപ്പിക്കൽ സൈക്ലോൺ അഫക്റ്റഡ് ഫിലിപ്പീൻസ് ഇൻ 2014. In which state Amul launches country's first milk ATM on 21st January 2014?
2014 ജനുവരി 24 ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM അമൂല് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അത് രാജ്യത്തിൻ്റെ എവിടെയാണ് ആദ്യത്തെ മിൽക്ക് ATM സ്ഥാപിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, ഗുജറാത്ത്. ഗുജറാത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ മിൽക്ക് ATM 2014-24 അമൂല് സ്റ്റാർട്ട് ചെയ്തത്. ക്വസ്റ്റ്യൻ: ഹൂ എമംഗ് ദ ഫോളോവിങ് ആർ നോൺ ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് കമ്മീഷൻ? തന്നിരിക്കുന്നവരിൽ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആകാത്തത്? തന്നിരിക്കുന്ന ആളുകളെല്ലാം തന്നെ രംഗനാഥ ബിസ്ര, MN വെങ്കട്ടച്ചെല്ല, JS വർമ്മ, ഇവർ 3 പേരും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് ഇരുന്നിട്ടുള്ള ആളുകളാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഉത്തരം എഴുതേണ്ടത് D ആണ്. നൺ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ: റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഇൻ 2005. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. 2005 ഇന്ത്യൻ പാർലമെൻറ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം പാസ്സാക്കുകയുണ്ടായി. എന്ന് മുതലാണ് ഈ RTI അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ ബി, 12 ഒക്ടോബർ 2005. 2005 ഒക്ടോബർ 12 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. 2005 ജൂൺ 15 പാർലമെൻറ്റ് ഇത് പാസ്സാക്കിയത്. അതിനുശേഷം ഇത് പ്രാബല്യത്തിൽ വരുന്നത് 12 ഒക്ടോബർ 2005 മുതലാണ്. ക്വസ്റ്റ്യൻ: വേൾഡ്സ് ലാർജസ്റ്റ് കോൺസെൻട്രേറ്റഡ് സോളാർ പ്ലാന്റ് ഓപ്പൺഡ് ഓൺ 4 ഫെബ്രുവരി 2016 ഇൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് 2016 ഫെബ്രുവരി 4 ഏത് രാജ്യത്താണ് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ എ, മൊറോക്കോ. മൊറോക്കോയിലാണ് വേൾഡ്സ് ലാർജസ്റ്റ് കോൺസെൻട്രേറ്റഡ് സോളാർ പവർ പ്ലാന്റ് തുടങ്ങിയത്. ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ദ ട്രൈബൽ ഫെസ്റ്റിവൽ മേദാരം ജാതാര ഈസ് സെലിബ്രേറ്റഡ്? മേദാരം ജാതാര എന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തെ പ്രശസ്തമായിട്ടുള്ള ട്രൈബൽ ഫെസ്റ്റിവലാണ്? ഉത്തരം ഓപ്ഷൻ സി, തെലുങ്കാന. തെലുങ്കാനയിലെ പ്രശസ്തമായിട്ടുള്ള ട്രൈബൽ ഫെസ്റ്റിവലാണ് മേദാരം ജാതാര. ദ വേൾഡ് റേഡിയോ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ലോക റേഡിയോ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഫെബ്രുവരി 13. ഫെബ്രുവരി 13 നമ്മൾ ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത്. 32 വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ ഫിന വേൾഡ് അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ് 2017? 2017 ഫിന വേൾഡ് അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഹംഗറി. 2017 ഫിന വേൾഡ് അക്വാട്ടിക്സിൻ്റെ വേദി ഹംഗറിയാണ്. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ സെലിബ്രേറ്റ് ദ രാജാറാണി മ്യൂസിക്കൽ ഫെസ്റ്റിവൽ? ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് രാജാറാണി മ്യൂസിക്കൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ഒറീസ. ഒറീസയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള സെലിബ്രേഷനാണ് അല്ലെങ്കിൽ ആഘോഷമാണ് രാജാറാണി മ്യൂസിക്കൽ ഫെസ്റ്റിവൽ. ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ ഫസ്റ്റ് സോളാർ പവേർഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഫുള്ളി സോളാർ പവേർഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? 100% സോളാർ പവറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, സർ അരബിന്ദ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ. ആൻഡ് സർ അരബിന്ദോ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ ഈസ് ദ ഫസ്റ്റ് ഫുള്ളി സോളാർ പവേർഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ: ഹൂ സ്കോർസ് 1009 ഇൻ HT ബന്ദൂരി കപ്പ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ടീം കണ്ടക്റ്റഡ് ബൈ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ? ആരാണ് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച HT ബന്ദൂരി കപ്പ് ഇൻ്റർനാഷണൽ സ്കൂൾ ക്രിക്കറ്റ് ടീം ചാമ്പ്യൻഷിപ്പിൽ 1009 റൺസ് അടിച്ചത്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും അധികം റൺ അടിച്ചത് പ്രണവ് ധൻവാദയാണ്. ഉത്തരം ഓപ്ഷൻ ഡി, പ്രണവ് ധൻവാദെ. ക്വസ്റ്റ്യൻ: ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഗോട്ട് ISO സർട്ടിഫിക്കറ്റ്? ഇന്ത്യയിലെ ഏത് ബാങ്കിനാണ് ആദ്യമായിട്ട് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കാനറ ബാങ്ക്. കാനറ ബാങ്കാണ് ഇന്ത്യയിലെ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യത്തെ ബാങ്ക്. ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ ലാർജസ്റ്റ് വുമൺ എംപവറിംഗ് പ്രൊജക്ട് ഇൻ കേരള? കേരളത്തിലെ വനിതകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി, അവരുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയ കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റ്, ലാർജസ്റ്റ് വുമൺ എംപവറിംഗ് പ്രൊജക്റ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കുടുംബശ്രീ. കുടുംബശ്രീ ഈസ് ദ ലാർജസ്റ്റ് വുമൺ എംപവറിംഗ് പ്രൊജക്റ്റ് ഇൻ കേരള. ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്?
സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഭോപ്പാൽ. ഭോപ്പാലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ക്വസ്റ്റ്യൻ: ദ ഫസ്റ്റ് പ്ലാനറ്റ് ടു ബി ഡിസ്കവേർഡ് വിത്ത് എ ടെലസ്കോപ്പ് വാസ്. ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, യുറാനസ്. യുറാനസ് ആണ് ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഗ്രഹം. യുറാനസ് ഈസ് ദ ഫസ്റ്റ് പ്ലാനറ്റ് ടു ബി ഡിസ്കവേർഡ് വിത്ത് എ ടെലസ്കോപ്പ്. നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് ഇസ് ദ ബയോഗ്രഫി ഓഫ്. നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ എ, കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ്. ദ ഫേമസ് മെർഡേക്ക സ്റ്റേഡിയം ഓർ ഇൻഡിപെൻഡൻസ് സ്റ്റേഡിയം ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ലോകപ്രശസ്തമായിട്ടുള്ള മെർഡേക്ക സ്റ്റേഡിയം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, മലേഷ്യ. ദ ഫേമസ് മെർഡേക്ക സ്റ്റേഡിയം ഓർ ഇൻഡിപെൻഡൻസ് സ്റ്റേഡിയം ഈസ് സിറ്റുവേറ്റഡ് ഇൻ മലേഷ്യ. ക്വസ്റ്റ്യൻ: ദ ട്രെയിൻ മൈത്രി എക്സ്പ്രസ് ഓർ മൈത്രി എക്സ്പ്രസ് റൺസ് ബിറ്റ്വീൻ. മൈത്രി എക്സ്പ്രസ് കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റേഷൻസ് തമ്മിലാണ്? എല്ലാവർക്കും അറിയാം, മൈത്രി എക്സ്പ്രസ് കണക്ട് ചെയ്യുന്നത് ഇന്ത്യയും ബംഗ്ലാദേശിനെയുമാണ്. സോ ഓപ്ഷൻ സി, കൽക്കട്ട ആൻഡ് ധാക്ക. ദ ട്രെയിൻ മൈത്രി എക്സ്പ്രസ് റൺസ് ബിറ്റ്വീൻ കൽക്കട്ട ആൻഡ് ധാക്ക. ക്വസ്റ്റ്യൻ: US മിലിറ്ററി ഓപ്പറേഷൻ അഗൈൻസ്റ്റ് ദ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖി ആൻഡ് ലെവന്ത് ISIL ഈസ് നോൺ ആസ്. ISILനെതിരെയുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖി ആൻഡ് ലെവന്ത് അവർക്കെതിരെയുള്ള അമേരിക്കയുടെ സൈനിക ഓപ്പറേഷൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ ബി, ഓപ്പറേഷൻ ഇൻഹറൻറ്റ് റിസോൾവ്. ഓപ്പറേഷൻ ഇൻഹറൻറ്റ് റിസോൾവ് ഇസ് ദ US മിലിറ്ററി ഓപ്പറേഷൻ അഗൈൻസ്റ്റ് ദ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖി ആൻഡ് ലെവന്ത്. ക്വസ്റ്റ്യൻ: ഹൂ ഡിഡ് പാട്രണൈസ് ആൻഡ് പ്രൊട്ടക്ട് സാഞ്ചി സ്തൂപ. താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് സാഞ്ചി സ്തൂപം, സാഞ്ചി സ്തൂപത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി സഹായിച്ച രാജാവ്? ഉത്തരം ഓപ്ഷൻ ഡി, അശോക. അശോക പാട്രണൈസ് ആൻഡ് പ്രൊട്ടക്ട് സാഞ്ചി സ്തൂപ. യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ഫീമെയിൽ പീസ് കീപ്പർ അവാർഡ് വിന്നർ ഓഫ് 2014. 2014 UN വനിതാ സമാധാന സംരക്ഷയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ശക്തി ദേവി. ശക്തി ദേവി won the 2014 United Nations International Female Peacekeeper Award. Question: Who is the present Lok Sabha Deputy Speaker of India? M. തമ്പിദുര തന്നെയാണ് ഇപ്പോഴത്തെയും ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. 2016 ഇപ്പോഴും ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്പീക്കർ M. തമ്പിദുരയാണ്. Question: Which constitution amendment provides for the formation of National Judicial Appointment Commission in 2013? ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 2013 നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷനെ നിയമിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, 98. 98th Amendment provides for the formation of National Judicial Appointment Commission in 2013. Headquarters of Medicines Sans Frontières MSF, an international humanitarian aid non-governmental organization. MSFൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? MSF മീൻസ് മെഡിസിൻസ് സാൻസ് ഫ്രോണ്ടിയേഴ്സ്. ഉത്തരം ഓപ്ഷൻ ഡി, ജനീവ. ജനീവയാണ് MSFൻ്റെ ആസ്ഥാനം. ദ ഫേമസ് പെയിൻറ്റിംഗ് റിലീഫ് ഓഫ് ലക്നൗ പെയിൻറ്റഡ് ബൈ. ലക്നൗവിൻ്റെ ആശ്വാസം അല്ലെങ്കിൽ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിൻറ്റിങ് വരച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, തോമസ് ജോൺസ് ബേർക്കർ. തോമസ് ജോൺസ് ബേർക്കർ പെയിൻറ്റഡ് റിലീഫ് ഓഫ് ലക്നൗ. Question: The name of 24-hour classical music, both Carnatic and Hindustani audio channel launched by All India Radio recently. അടുത്തിടയ്ക്ക് പുറത്തിറങ്ങിയ 24 മണിക്കൂറും കർണാട്ടിക് ഹിന്ദുസ്ഥാനി സംഗീതം സംപ്രേക്ഷണം ചെയ്യുന്ന റേഡിയോ ചാനൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, രാഗം. Question: The population of the critically endangered Great Indian Bustard has been declining due to. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വംശനാശ ഭീഷണി നേരിടാനുള്ള പ്രധാന കാരണം? ഓപ്ഷൻ എ, ഹാബിറ്റാറ്റ് ലോസ്. അതിന് വസിക്കുന്നതിനുള്ള സാഹചര്യവും സ്ഥലവും ഇല്ലാത്തതുകൊണ്ടാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വംശനാശ ഭീഷണി നേരിടുന്നത്. 82. In ecology, the term carrying capacity of a species means.
ക്യാരിയിങ് കപ്പാസിറ്റി എന്നത് എക്കോളജിയിൽ എന്താണ്? എക്കോളജിയിൽ ക്യാരിയിങ് കപ്പാസിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, ഇറ്റ്സ് പോപ്പുലേഷൻ സൈസ് ദാറ്റ് ദ എൻവയോൺമെൻറ്റൽ ക്യാൻ സസ്റ്റെയിൻ ഇൻഡെഫിനിറ്റ്ലി. പ്രകൃതിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് റീജിയൻസ് ഇൻ ഇന്ത്യ ഈസ് എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്? താഴെ തന്നിരിക്കുന്നവർ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടാണ് ഈ തന്നിരിക്കുന്നവയിൽ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് കണക്കാക്കുന്നത്. ക്വസ്റ്റ്യൻ, ആസ് പെർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഫോളോവിങ് ഈസ് നോട്ട് എ പ്രൊട്ടക്റ്റഡ് ഏരിയ ഓർ കാറ്റഗറി. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ലാത്തത്? 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം 5 കാറ്റഗറികളെയാണ് അല്ലെങ്കിൽ 5 വിഭാഗങ്ങളെയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് കണക്കാക്കുന്നത്. 1 നാഷണൽ പാർക്ക്, 2 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, 3 കമ്മ്യൂണിറ്റി റിസർവ്സ്, 4 കൺസേർവ്ഡ് റിസർവ്സ് ആൻഡ് 5 ടൈഗർ റിസർവ്സ്. ഈ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, കമ്മ്യൂണിറ്റി റിസർവ്, കൺസർവേഷൻ റിസർവ്, ടൈഗർ റിസർവ്, ഇവരെ 5 പേരെയാണ് നമ്മൾ 1972 പ്രകാരം ഒരു കൺസേർവ്ഡ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ സി, ബയോസ്ഫിയർ റിസർവ് ആണ് ഉത്തരം. ബാക്കിയെല്ലാം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു കൺസേർവ്ഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് കണക്കാക്കുന്നതാണ്. സോ ഓപ്ഷൻ സി, ബയോസ്ഫിയർ റിസർവ്. ക്വസ്റ്റ്യൻ, ദ ടേം എക്ടോൺ ഈസ് ഡിഫൈൻഡ് ആസ്. എക്ടോൺ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ട്രാൻസിഷൻ ഏരിയ ബിറ്റ്വീൻ 2 ബയോംസ്. ട്രാൻസിഷൻ ഏരിയ ബിറ്റ്വീൻ 2 ബയോംസ് ആണ് നമ്മൾ എക്ടോണുകൾ എന്ന് പറയുന്നത്. ബയോം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവാസ വ്യവസ്ഥയാണ്. ഇപ്പോൾ ഒരു കാട് ഒരു ബയോമാണ്. അപ്പം ട്രാൻസിഷൻ ബിറ്റ്വീൻ 2 ബയോംസ് ഈസ് നോൺ ആസ് എക്ടോൺ. ദ ബാക്ടീരിയ ഫൗണ്ട് ഇൻ ദി റൂട്ട് നൊഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ് ആർ. ഉത്തരം ഓപ്ഷൻ ഡി, റൈസോബിയം. റൈസോബിയം ബാക്ടീരിയകളാണ് ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ വേരുകളിൽ കാണപ്പെടുന്നത്. റൈസോബിയം ബാക്ടീരിയ ഈസ് ഫൗണ്ട് ഇൻ ദ റൂട്ട്സ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. ക്വസ്റ്റ്യൻ, ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ ഈസ് ഡിസിഗ്നേറ്റഡ് ബൈ ദ സയൻറ്റിഫിക് നെയിം ഓഫ്. ഇന്ത്യയുടെ ദേശീയ മൃഗത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? എല്ലാവർക്കും അറിയാം, 1972 സിംഹത്തെ മാറ്റി കടുവയെ ഇന്ത്യയെ ദേശീയ മൃഗമാക്കി മാറ്റിയിരുന്നു. അപ്പം ആ കടുവയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പന്തേര ടൈഗ്രിസ് ആണ്. പന്തേര ടൈഗ്രിസ് ഈസ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് ടൈഗർ വിച്ച് ഈസ് ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ. ക്വസ്റ്റ്യൻ, ലാക്ക് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ സെക്രീഷൻ ഓഫ്. ലാക്ക് എന്നത് താഴെ പറയുന്നവയിൽ ഏത് ജീവികളുടെ സെക്രീഷൻ അല്ലെങ്കിൽ അവർ പുറപ്പെടുവിക്കുന്ന ദ്രാവകമാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇൻസെക്ട്സ്. ഇൻസെക്ട്സ് സെക്രീറ്റ്സ് ലാക്ക്. ലാക്ക് സെക്രീറ്റ് ചെയ്യുന്നത് ഇൻസെക്ട്സ് ആണ്. എ സിംബയോട്ടിക് അസോസിയേഷൻ വെയർ ബോത്ത് ദ പാർട്ട്നേഴ്സ് ബെനിഫിറ്റഡ് ആൻഡ് നെയ്തർ ക്യാൻ സർവൈവ് വിത്തൗട്ട് അതർ ഈസ് കോൾഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു പാർട്ട്ണർഷിപ്പിനെ കാണിക്കുന്നത്? അതായത് പാർട്ട്ണർഷിപ്പ് മീൻസ് ഒരു മ്യൂച്വൽ പാർട്ട്ണർഷിപ്പ്. 2 പേർക്കും പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 പേരും ഒന്നിലധികം ആൾ തമ്മിലൊരു റിലേഷനാണല്ലോ. അങ്ങനെ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്ക് നിലനിൽപ്പില്ലാത്തൊരു പാർട്ട്ണർഷിപ്പ് ഏതാണ്? അതായത് 2 പേരും ഒന്നിച്ചു പോയാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ട്ണർഷിപ്പുകളിൽ ഏതാണ് ഒന്നിച്ചു പോയാൽ മാത്രം നിലനിൽക്കുന്നതും, അതായത് ഒറ്റയ്ക്ക് അതായത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരിക്കലും എക്സിസ്റ്റൻസ് ഇല്ല. തന്നിരിക്കുന്നതിൽ ഏതാണ് അത്തരത്തിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിനെ കാണിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറയുന്നത് ആ മ്യൂച്വലിസം പാർട്ട്ണർഷിപ്പിൽ 2 പേരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പം മൂടില്ലത്താളി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മൂടില്ലത്താളി എന്ന് പറയുന്നത് അത് ഈ മരങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ മരവാഴ, അതൊക്കെ ഈ മരങ്ങളുടെയൊക്കെ മെത്ത പറ്റി പിടിച്ച് അവിടുന്ന് ഫുഡ് എടുത്തിട്ടാണ് ജീവിക്കുന്നത്. അതൊരിക്കലും ഒരു മ്യൂച്വലിസം അല്ല. കാരണം ഇപ്പം ആ മൂടില്ലത്താളി അല്ലെങ്കിൽ ആ മരവാഴ നിൽക്കുന്ന ആ മരത്തിന് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അതില്ലെങ്കിലും ആ മരം നിൽക്കും. ഓക്കെ, അപ്പോൾ അതൊരു ഒരിക്കലും ഒരു മ്യൂച്വലിസം അല്ല, ഒരു പാരസൈറ്റ് മാത്രമാണത്. ഓക്കെ. 90 മൈക്രോഹിസൽ അസോസിയേഷൻ ഈസ് പ്രസൻറ്റ് ഇൻ ഓപ്ഷൻ സി, റൂട്ട്സ്. മൈക്രോഹിസൽ അസോസിയേഷൻ കാണപ്പെടുന്നത് റൂട്ടുകളിലാണ്. 91 എ സിംബയോളിക് അസോസിയേഷൻ ബിറ്റ്വീൻ എ ഫംഗസ് ആൻഡ് എ ആൽഗ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ, ലിച്ചൻ. ഒരു ഫംഗസിൻ്റെയും ആൽഗയുടെയും പരസ്പരം ആയിട്ടുള്ള ഒരു അസോസിയേഷനെയാണ് നമ്മൾ ലൈക്കൺ അല്ലെങ്കിൽ ലിച്ചൻ എന്ന് പറയുന്നത്. ലൈക്കൺ ഈസ് ദ സിംബയോളിക് അസോസിയേഷൻ ബിറ്റ്വീൻ എ ഫംഗസ് ആൻഡ് ആൻ ആൽഗെ. ക്വസ്റ്റ്യൻ, ദ ടേം എഡാഫിക് ഫാക്ടർ റെഫേഴ്സ് ടു. എഡാഫിക്
ഫാക്ടർ എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടേമാണ്? ഉത്തരം ഓപ്ഷൻ ബി സോയിൽ. എഡാഫിക് ഫാക്ടർ ഈസ് റിലേറ്റഡ് ടു സോയിൽ. ക്വസ്റ്റ്യൻ, ദ അഡാപ്റ്റേഷൻ സങ്കൻ സ്റ്റൊമേറ്റ ആർ ഫൗണ്ട് ഇൻ. സങ്കൻ സ്റ്റൊമേറ്റകൾ താഴെ തന്നിരിക്കുന്നതിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ സീറോഫൈറ്റ്സ്. സങ്കൻ സ്റ്റൊമേറ്റാസ് ആർ ഫൗണ്ട് ഇൻ സീറോഫൈറ്റ്സ്. സ്റ്റൊമേറ്റകൾ എന്ന് പറയുന്നത് ഈ ചെടികളിലെയൊക്കെ ഇലകളിൽ കാണപ്പെടുന്ന സുഷിരങ്ങളാണ്. അവരുടെ ഇലകളുടെ അറ്റത്തൊക്കെ സുഷിരങ്ങൾ കാണപ്പെടും. ഇതിനാണ് സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. ഈ സ്റ്റൊമേറ്റയിലൂടെയാണ് അവർ ഗ്യാസുകൾ പുറത്തേക്ക് കളയുന്നതും ഉള്ളിലേക്ക് എടുക്കുന്നതും. അപ്പം ഇത്തരത്തിലുള്ളൊരു ഒരു അടഞ്ഞ തരത്തിലുള്ള സ്റ്റൊമേറ്റുകൾ കാണപ്പെടുന്നത് സീറോഫൈറ്റുകളിലാണ്. സീറോഫൈറ്റ് കാറ്റഗറിയിൽപ്പെടുന്ന ചെടികളിലാണ് ഇത്തരത്തിലുള്ള സങ്കൻ സ്റ്റൊമേറ്റുകൾ കാണപ്പെടുന്നത്. ഈ സീറോഫൈറ്റുകൾ എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ വെള്ളം വളരെ കുറച്ചുള്ള സ്ഥലത്ത് വളരുന്ന ചെടികളാണ് സീറോഫൈറ്റുകൾ. അതായത് ഈ മരുഭൂമിയിലേക്ക് വളരുന്ന ചെടികൾ. അപ്പം അവരുടെയൊക്കെ ഇലകളിലെ സുഷിരങ്ങൾ അവർ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇലകളിലെ സുഷിരങ്ങൾ എന്ന് പറഞ്ഞാൽ അടഞ്ഞ ഒരു പരിധിവരെ അടഞ്ഞ തരത്തിലുള്ള സ്ട്രക്ചറായി കീപ്പ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സങ്കൻ സ്റ്റൊമേറ്റ കാണപ്പെടുന്നത് സീറോഫൈറ്റുകളിലാണ്. ക്വസ്റ്റ്യൻ, ദ പ്ലാന്റ് കമ്മ്യൂണിറ്റി ദാറ്റ് ഗ്രോസ് ഇൻ എ മാർഷി സലൈൻ ഹാബിറ്റൽ ഈസ് കോൾഡ്. ഈ ചതുപ്പ് പ്രദേശങ്ങളിൽ, ഉപ്പുവെള്ളമൊക്കെ ഉള്ള ചതുപ്പ് പ്രദേശങ്ങളിൽ വളരുന്ന ചെടികളെ നമ്മൾ പറയുന്ന പേരാണ് മാംഗ്രോവ്സ്. മാംഗ്രോവ്സ് ഈസ് ദ പ്ലാന്റ് കമ്മ്യൂണിറ്റി ദാറ്റ് ഗ്രോസ് ഇൻ എ മാർഷി സലൈൻ ഹാബിറ്റാറ്റിൽ. ക്വസ്റ്റ്യൻ, ദ എക്കോളജിക്കലി ഓഡ് വൺ എമംഗ് ദ പ്ലാന്റ്സ് ലിസ്റ്റഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഒറ്റയാണെന്ന് പറയുന്നത് റൈസോഫോറയാണ്. റൈസോഫോറയാണ് താഴെ തന്നിരിക്കുന്നതിലെ ഒറ്റയാൻ. ക്വസ്റ്റ്യൻ, ദ അബ്രിവേഷൻ MAB സ്റ്റാൻഡ്സ് ഫോർ. MABയുടെ ഫുൾ ഫോം എന്താണ്? MAB. ആൻസർ ഓപ്ഷൻ ബി മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. MABയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്നാണ്. ക്വസ്റ്റ്യൻ, എൻഡമിക് പ്ലാന്റ്സ് ആർ ഡിഫൈൻഡ് ആസ് ദ പ്ലാന്റ്സ് ഗ്രോവിങ് ഇൻ. എൻഡമിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയാസ്. ഓപ്ഷൻ സി ജോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയാസിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന പ്ലാന്റുകളെയാണ് അല്ലെങ്കിൽ ചെടികളെയാണ് നമ്മൾ എൻഡമിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, റൈനോസ് ആർ എക്സ്പ്ലോയിറ്റഡ് ഫോർ ഇറ്റ്സ്. റൈനോകളെ എന്തിനു വേണ്ടിയിട്ടാണ് ചൂഷണം ചെയ്യുന്നത്? റൈനോകളെ അവരുടെ കൊമ്പിന് വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ സി ഹോൺ. റൈനോസ് ആർ എക്സ്പ്ലോയിറ്റഡ് ഫോർ ഇറ്റ്സ് ഹോൺ. അവരുടെ കൊമ്പിന് വേണ്ടിയിട്ടാണ് ചൂഷണം ചെയ്യുന്നത്. 99 ഫാൾ ഓഫ് എ സ്പാരോ ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ്. ഒരു കുരുവിയുടെ പതനം എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ എ സലീം അലി. ഫാൾ ഓഫ് എ സ്പാരോ ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് സലീം അലി. 100 ദ നാഷണൽ പാർക്ക് ഡിക്ലെയർഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നീലഗിരി താർ. നീലഗിരി വരയാളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്ക് ഈസ് ഡിക്ലെയർഡ് ആസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് നീലഗിരി താർ. ഇരവികുളം നാഷണൽ പാർക്കാണ് നീലഗിരി വരയാടുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള നാഷണൽ പാർക്ക്. 51 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷും കണക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് എല്ലാം ചെയ്യുവാൻ ശ്രമിക്കുക. അതെല്ലാം മനസ്സിലായി എന്നും അതെല്ലാം അറിയാമെന്നും ഉറപ്പുവരുത്തുക. ഇനി അത് നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക.
ഗുരുകുലത്തിൻ്റെ ക്ലാസ്സുകൾ ആദ്യം തന്നെ ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഗുരുകുലത്തിൻ്റെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് ആഡാകുന്നതിനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. സേവ് ചെയ്യാത്തവർ ഞങ്ങളുടെ സേവനങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും. സോ നാളെ ഇതേ സമയം പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ. ജയ് ഹിന്ദ്. വന്ദേ മാതരം.